നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പുതിയ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിന്റെ എക്സാം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കയറി അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ഫാക്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഹരിത ഡേറ്റാ സെന്റർ ആണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്ത ഫാക്ട്, 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിനെ കുറിച്ചാണ്. ഇതിൽ 4 കാറ്റഗറി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 4 കാറ്റഗറി നിങ്ങൾ പഠിച്ചിരിക്കുക. 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനാണ്. മികച്ച ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ചിദംബരമാണ്. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ സംവിധാനം ചെയ്ത ചിദംബരമാണ് മികച്ച സംവിധായകൻ. മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ ആസിഫ് അലി. മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ ചിന്നു ചാന്ദിനി. ഓക്കെ, അപ്പൊ ഈ 4 കാറ്റഗറീസ് ഓർക്കുക. മികച്ച ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ആരാണ്? ചിദംബരമാണ്. മികച്ച നടൻ ആരാണ്? ആസിഫ് അലി ആണ്. മികച്ച നടി ആരാണ്? ചിന്നു ചാന്ദിനി. 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം. ക്ലിയർ. അടുത്തത്, ഓഗസ്റ്റ് 23 പ്രത്യേകത എന്താ? ദേശീയ ബഹിരാകാശ ദിനമാണ്. ഓഗസ്റ്റ് 23 പ്രത്യേകത അത് തന്നെ ഒരു ചോദ്യമാണ്. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്ന ഡേ എന്നാണ് ഓഗസ്റ്റ് 23. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ ആര്യഭട്ട ടു ഗഗൻയാൻ, ഏൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് എന്നതാണ്. ആര്യഭട്ട ടു ഗഗൻയാൻ, ഏൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ്. ഏൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് എന്നതാണ് 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ 2 ചോദ്യം നിങ്ങൾക്ക് കിട്ടും. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമാണെന്ന് ഓർക്കുക. 2025 തീമും കൂടി ഓർക്കുക. അടുത്തതും പ്രധാനപ്പെട്ടതാണ്. ഒരു ഇൻഡെക്സ് ആണ്, വേൾഡ് പീസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. 2025 ലോക സമാധാന സൂചിക അല്ലെങ്കിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 115ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പൊ 2025 ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 115. അപ്പൊ 1ാം സ്ഥാനം ലഭിച്ചത് ഏത് രാജ്യത്തിനാണ്? ഐസ്ലൻഡിനാണ് 1ാം സ്ഥാനം. ലാസ്റ്റ്, ഈ പട്ടികയിൽ ലാസ്റ്റ് റഷ്യയാണ്. 163ാം സ്ഥാനം റഷ്യ. തൊട്ടു പിന്നിൽ 162ാം സ്ഥാനം ഉക്രൈനുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്ത ഫാക്ട് ആണ്. ഇപ്പോ 2025 ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ്, ന്റെ ഭാഗ്യ ചിഹ്നം എന്താണ്? ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് 2025 ഭാഗ്യ ചിഹ്നം എന്താണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഇത് ക്ലിയർ അല്ലേ? ലോക സമാധാന സൂചിക 2025 എത്ര രാജ്യങ്ങളുടെ പട്ടികയാണ് എന്ന് ചോദിക്കും. പ്രസ്താവന രീതിയിലൊക്കെ വരും. 163 രാജ്യങ്ങൾ. 163ാം സ്ഥാനം റഷ്യ, 162ാം സ്ഥാനം ഉക്രൈൻ, 1ാം സ്ഥാനം ഐസ്ലൻഡ്. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം 115. ഇത്രയൊന്ന് ഓർത്തിരിക്കാം. അടുത്തത്, VSSCയുടെ ഡയറക്ടർ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ്? എ രാജരാജൻ. ക്ലിയർ. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. ഓഗസ്റ്റ് 7 MS സ്വാമിനാഥന്റെ ജന്മദിനമാണ്. ഓഗസ്റ്റ് 7 ഈ ഡേ സുസ്ഥിര കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? പ്രതീക്ഷിത ചോദ്യമാണ്. ഓഗസ്റ്റ് 7 MS സ്വാമിനാഥന്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏതാ? മഹാരാഷ്ട്ര. ഓക്കെ, അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. 2025 വേൾഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺഫറൻസിന്റെ വേദി. 2025 വേൾഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺഫറൻസിന്റെ വേദി ഷാങ്ഹായ്
ഷാങ്ഹായ് ചൈന. ഷാങ്ഹായ് ചൈന. അടുത്ത ഫാക്ട്, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആര്? ഇന്ത്യക്കാരിയാണ്. ആരാണ്? ദിവ്യ ദേശ്മുഖ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരി വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്നത്. ഫൈനലിൽ പരാജയപ്പെടുത്തിയതും ഒരു ഇന്ത്യക്കാരിയെ തന്നെയാണ്, കൊനേരു ഹംപി. കൊനേരു ഹംപി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൊനേരു ഹംപിയിലാണ് ജോർജിയയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഫൈനലിൽ ആര് പരാജയപ്പെടുത്തിയത്? ദിവ്യ ദേശ്മുഖ് പരാജയപ്പെടുത്തിയത്. ദിവ്യ ദേശ്മുഖ്. അപ്പൊ 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. ദിവ്യ ദേശ്മുഖിന്റെ സ്വദേശം മഹാരാഷ്ട്ര. ദിവ്യ ദേശ്മുഖിന്റെ സ്വദേശം എവിടെയാ? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. അടുത്ത ഫാക്ട് ഇമ്പോർട്ടന്റ് ആണ്. കടുവകളുടെ സെൻസസ് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. കടുവകളുടെ സെൻസസ് പ്രകാരം ഇപ്പോൾ എത്ര കടുവകളാണ് ഉള്ളത് എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അടുത്തിടയ്ക്ക് ഇരവികുളം നാഷണൽ പാർക്കിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു കണക്കെടുപ്പ് നടത്തി. ഇത് വരയാടുകളുടെ എണ്ണത്തെ കുറിച്ചുള്ള കണക്കെടുപ്പാണ്. ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ആകെ വരയാടുകളുടെ എണ്ണം എടുത്തപ്പോൾ ആകെ 2668 വരയാടുകളാണ് ഉള്ളത്. അപ്പൊ എന്താ തമിഴ്നാടിനെയും കൂടെ ഉൾപ്പെടുത്താനുള്ള കാരണം? തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണല്ലോ വരയാട്. അപ്പൊ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വനപ്രദേശങ്ങളിൽ എത്ര വരയാടുകൾ ഉണ്ട് എന്ന് കണക്ക് കൂട്ടിയപ്പോൾ എത്രയാണ് എന്നാണ് കണക്കിലെടുത്തേക്കുന്നത്? 2668. അതിൽ തന്നെ കേരളത്തിൽ 1365 വരയാടുകളും തമിഴ്നാട്ടിൽ 1303 വരയാടുകളുമാണ് ഉള്ളത്. കേരളത്തിൽ 1365ഉം തമിഴ്നാട്ടിൽ 1303 വരയാടുകൾ. ടോട്ടൽ 2668 വരയാടുകളാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വനപ്രദേശങ്ങളിൽ ടോട്ടൽ ആയിട്ട് ഉള്ളത്. ക്ലിയർ അല്ലേ? അടുത്തിടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആര്? ചേതേശ്വർ പൂജാര. ചേതേശ്വർ പൂജാര അടുത്തിടെ തന്റെ 37ാമത്തെ വയസ്സിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചു. ഓക്കെ. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ്, നമ്മളിപ്പോ ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. അതിന്റെ മാസ്കോട്ട് എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. താഴെ കമന്റ് ചെയ്തേക്കാം. അപ്പൊ ഇപ്പോ അടുത്തിടെ കഴിഞ്ഞ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. ഈ ഒരു വാട്ടർ സ്പോർട്സ് നടന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ ധാൽ തടാകത്തിലാണ് നടന്നത്. അപ്പൊ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ഗോവ ഗവർണറായി അടുത്തിടെ നിയമിതനായത് ആര്? അശോക് ഗജപതി രാജു. അശോക് ഗജപതി രാജു. പുസാപതി അശോക് ഗജപതി രാജു എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. പുസാപതി അശോക് ഗജപതി രാജു ഗോവയുടെ ഗവർണറായി അടുത്തിടെ നിയമിതനായി. ഓർക്കുക. അടുത്തതൊരു പദ്ധതിയാണ് സല്ലാപം എന്ന പദ്ധതി. സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സല്ലാപം. കേരളത്തിലെ വയോജനങ്ങൾക്ക് സാന്ത്വനമേകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. വയോജനങ്ങൾക്ക് സാന്ത്വനമേകാൻ, വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്കുള്ള പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീകൾക്കുള്ള പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. ഭിന്നലിംഗക്കാർക്കുള്ള പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ പദ്ധതികളായിരിക്കും PSC മാറിയും തിരിഞ്ഞും ചോദിക്കുന്നത്. ഇത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ ഇവർക്ക് സാന്ത്വനമേകാൻ വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പ് ഏർപ്പാടാക്കിയ പദ്ധതിയാണ് ഏത്? സല്ലാപം എന്ന പദ്ധതി. സല്ലാപം. ഓർക്കുക. രാജ്യങ്ങളുടെ ശുചിത്വ നഗര പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ഏതാണ്? ഇൻഡോർ ആണ്. ഇൻഡോർ. എപ്പോഴും ശുചിത്വ നഗരം ഇൻഡോർ തന്നെയായിരിക്കും. കുറെ നാളുകളായിട്ട് ഇൻഡോർ തന്നെയാണ് ഒന്നാം സ്ഥാനം. ശുചിത്വ നഗരം പട്ടികയിൽ ഒന്നാം സ്ഥാനം ഇൻഡോർ. ഓക്കെ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏത്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ക്ലിയർ. ഇനി രാജ്യത്തെ നമ്പർ 1 ദേശീയോദ്യാനങ്ങളായി തെരഞ്ഞെടുത്ത 2 ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെ? ഒന്നാം സ്ഥാനം ഈ 2 ദേശീയോദ്യാനങ്ങളും കൂടെയാണ് പങ്കിട്ടത്. ഏതൊക്കെ? ഇരവികുളം ദേശീയോദ്യാനവും ഡച്ചിഗാം ദേശീയോദ്യാനവും. ഡച്ചിഗാം ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം കേരളത്തിൽ. അപ്പോ രാജ്യത്തെ നമ്പർ 1 ദേശീയോദ്യാനം ആയിട്ട് തെരഞ്ഞെടുത്ത 2 ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഇരവികുളവും ഡച്ചിഗാമും. ക്ലിയർ. അപ്പൊ പറഞ്ഞ എല്ലാ ഫാക്ട്സും ക്ലിയർ അല്ലേ? എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പറഞ്ഞപ്പോ തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലായി കാണും. അപ്പൊ അത്രത്തോളം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. എക്സാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി അറ്റൻഡ് ചെയ്തോളാം. അപ്പൊ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം.
ഇന്ത്യയിലെ ആദ്യ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് ഗാസിയാബാദ്, ഉത്തർപ്രദേശ്. 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സംവിധായകൻ ചിദംബരം, നടൻ ആസിഫ് അലി, നടി ചിന്നു ചാന്ദിനി. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമാണ്. 2025 തീം ആര്യഭട്ട ടു ഗഗൻയാൻ, ഏൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫൈനൈറ്റ് പോസിബിലിറ്റി. 2025 ലോക സമാധാന സൂചിക ഇന്ത്യയുടെ സ്ഥാനം 115. പട്ടികയിൽ 1ാം സ്ഥാനം ഐസ്ലൻഡ്, ലാസ്റ്റ് റഷ്യ 163ാം സ്ഥാനം. BSSന്റെ ഡയറക്ടർ A രാജരാജൻ. ഓഗസ്റ്റ് 7 MS സ്വാമിനാഥന്റെ ജന്മദിനമാണ്. ആ ദിനം സുസ്ഥിര കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 വേൾഡ് AI കോൺഫറൻസ് വേദി ഷാങ്ഹായ്, ചൈന. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖിന്റെ സ്വദേശം മഹാരാഷ്ട്ര. വനിതാ ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? ദിവ്യ ദേശ്മുഖ്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ 50ാമത് വാർഷികത്തോടനുബന്ധിച്ച് വരയാടുകളുടെ കണക്കെടുപ്പ് നടത്തിയതിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 2668 വരയാടുകൾ ഉണ്ടെന്നും കേരളത്തിൽ 1365 വരയാടുകൾ, തമിഴ്നാട്ടിൽ 1303 വരയാടുകൾ എന്നുമാണ് കണക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തിടെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കായിക താരം ആര്? ചേതേശ്വർ പൂജാര. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം മധ്യപ്രദേശ്. ഈ ഒരു സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്നത് എവിടെ? ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ. ഗോവ ഗവർണർ ഗജപതി രാജു. സല്ലാപം വയോജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ പദ്ധതി. ശുചിത്വ നഗരം പട്ടികയിൽ 1ാം സ്ഥാനം ഇൻഡോർ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ. ഇരവികുളം, ഡച്ചിഗാം നാഷണൽ പാർക്കുകൾ എന്നിവയാണ് രാജ്യത്തെ നമ്പർ 1 നാഷണൽ പാർക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ലേ? ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തേക്കൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കുവേ. ഓക്കെ, നമ്മൾ ചോദിച്ച ചോദ്യം മറക്കണ്ട. ഖേലോ ഇന്ത്യ സ്പോർട്സ് ഗെയിംസ് 2025 മാസ്കോട്ട് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. കമന്റ് ചെയ്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.